To connect between processor and memory or processor and input ports, normally we choose address bus. So address bus എന്ന് പറയുന്നത് കുറേ പാരലൽ കണക്ഷൻ ആണ് ദാറ്റ് കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് എ ലൊക്കേഷൻ. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഒരു മെമ്മറി ഉണ്ട്. അപ്പോൾ അഡ്രസ് ഓഫ് ആൻ മെമ്മറി ഈസ് ഗിവൺ ബൈ ദ പ്രോസസ്സർ. അതെവിടെ പോവും? മെമ്മറിയിലോട്ട് പോവും. ത്രൂ വെയർ? അഡ്രസ് ബസ്. അപ്പോൾ അഡ്രസ് ബസ് ക്യാരീസ് അഡ്രസ്. ഇനി അഡ്രസ് ബസ് ക്യാൻ ഹാവ് n ലൈൻസ്, n പാരലൽ ലൈൻസ് ഓർ n ചാനൽസ്. മീൻസ് ലൈൻ പാരലൽ ലൈൻസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ n ചാനൽസ് അല്ലെങ്കിൽ n ലൈൻസ് ഉണ്ട്. ഇനി നിങ്ങളെ മെമ്മറീൻ്റെ അകത്ത് ഏത് സ്ഥലം എന്ന് ഡിക്കോഡ് ചെയ്യാൻ വേണ്ടി ഒരു ഡീകോഡർ ഉണ്ട്. മീൻസ് ഇഫ് ദർ ആർ n ചാനൽ ഓർ n ലൈൻസ് ടു ദ ഡീകോഡർ, ഐ ക്യാൻ ഹാവ് 2n ലൊക്കേഷൻസ് അറ്റ് ദ ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് എന്താണ്? നിങ്ങളുടെ അഡ്രസ് ലൈൻ. ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് ലൈൻ വാല്യൂ ഇറ്റ് വിൽ സെലക്ട് വൺ ഓഫ് ദ 2n മെമ്മറി ലൊക്കേഷൻസ്. ഇനി ഒരു മെമ്മറി ലൊക്കേഷനിൽ ഓൾമോസ്റ്റ് n ബിറ്റ്സ് വരെ സ്റ്റോർ ചെയ്യാം. നോർമലി ആ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. മീൻസ് ഒരു മെമ്മറി ലൊക്കേഷനിൽ 8 ബിറ്റ് സ്റ്റോർ ചെയ്യാം. മീൻസ് ഒരു ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മൊത്തം മെമ്മറി സൈസ് എന്തായിരിക്കാം? The memory size it can store, or total memory it can store is 2n into 8 bits or 2n byte എന്നും പറയാം. This means that the memory size you can have is 2n bytes. അതായത് മാക്സിമം അതുവരെ നിങ്ങൾക്ക് അഡ്രസ് ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി. നിങ്ങളുടെ മെമ്മറി എന്ന് പറയുന്നത് അത്രയും മൊത്തം ആവശ്യമില്ല, നിർബന്ധമില്ല. മീൻസ് ഇറ്റ് ക്യാൻ ഹാവ് സ്മോളർ മെമ്മറി സൈസസ്. ഓൺലി ഡിഫറൻസ് ദാറ്റ് യു ക്യാൻ ആക്സസ് ഓൾ ദ മെമ്മറി ലൊക്കേഷൻസ് വിച്ച് ഈസ് അവൈലബിൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ മെമ്മറി കാർഡ് എക്സ്പാൻഡബിൾ സ്ലോട്ട് കാണും. ഇഫ് ഇറ്റ് സേസ് ഐ ക്യാൻ എക്സ്പാൻഡ് അപ് ടു 256 GB, മീൻസ് എനിക്ക് 256 GB ഇടാനല്ല. മീൻസ് അതുവരെ അത് സപ്പോർട്ട് ചെയ്യും. ബട്ട് നിർബന്ധമില്ല. സംടൈംസ് 64 GB ഒരു മെമ്മറി കാർഡ് ഇടാം, അല്ലെങ്കിൽ 128 GB മെമ്മറി കാർഡ് ഇടാം, അല്ലെങ്കിൽ 2 GB മെമ്മറി കാർഡ് ഇടാം. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂസർ. അസ്യൂം ഐ ഹാവ് ആൻ അഡ്രസ് ലൈൻ ഓഫ് 8 ബിറ്റ്സ്. ഇപ്പോൾ 8 ബിറ്റ് വരുമ്പോൾ ഇറ്റ് ക്യാൻ ആക്സസ് വൺ ഓഫ് ദ 2n ലൊക്കേഷൻസ് വെയർ ഈച്ച് ലൊക്കേഷൻ വിൽ ഹാവ് 8 ബിറ്റ്. സോ ഇതിനെന്ത് പറയാം? ദ സൈസ് വിൽ ബി 2n ബൈറ്റ്സ്. ഇനി if I need to access the location 1 എന്ന് പറയുന്നത് location 1 is equivalent to what? In hexadecimal എന്ന് പറയുമ്പോൾ 000000001 which is equivalent to what? 4 എണ്ണം ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 0, അടുത്ത 4 എണ്ണം ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 1. 01H ആണ് ആ ലൊക്കേഷൻ. ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അഡ്രസ് ബസ്സിൽ എന്ത് കൊടുക്കണം? 01H എന്ന് കൊടുക്കണം. മീൻസ് there are 8 ലൈൻസ്. അതിലെന്ത് കൊടുക്കണം? 0000001. അപ്പോൾ ആ 8 ലൈൻ കൊടുക്കുമ്പോൾ ദ ഡീകോഡർ ഇൻ ദ മെമ്മറി വിൽ ഡിറ്റക്ട് ദാറ്റ് ലൊക്കേഷൻ ആൻഡ് വെയിറ്റ് ഫോർ ദ കൺട്രോൾ സിഗ്നൽ ഫ്രം ദ പ്രോസസ്സർ. അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യാം? റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം. സോ ഇഫ് ദ പ്രോസസ്സർ ഗീവ്സ് റീഡ് സിഗ്നൽ ടു ദ മെമ്മറി, വാട്ട് ഹാപ്പൻസ്? whatever byte is there in that location is transferred to the data bus. ഡേറ്റാ ബസ് എന്ന് പറയുക അഗെയിൻ ലൈൻസ് ആണ്. ഇപ്പോൾ 8 ബിറ്റ് ഉണ്ട്. 8 ബിറ്റ് ഒരേ സമയത്ത് റീഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ദ ഡേറ്റാ ബസ് ഷുഡ് ഹാവ് 8 ലൈൻസ്. 8 ബിറ്റിൻ്റെ ഡേറ്റയാണ് ആയതുകൊണ്ട് 8 ബിറ്റും അത് ഒരേ സമയത്ത് റീഡ് ചെയ്യണമെങ്കിൽ ദർ വിൽ ബി 8 ലൈൻസ്. ദാറ്റ് വിൽ ബി ദ ഡേറ്റാ ബസ്. സോ ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റാ ബസ്സിൽ ഡേറ്റ വരും. പ്രോസസ്സർ ക്യാൻ റീഡ് ദ ഡേറ്റ. അതർവൈസ് മീൻസ് ഇഫ് യു വാണ്ട് ടു റൈറ്റ് ഡേറ്റ ഓൺ ടു ദാറ്റ് ലൊക്കേഷൻ, ആദ്യം അഡ്രസ്സ് കൊടുക്കും ബൈ ദ പ്രോസസ്സർ. ആ പ്രോസസ്സർ കൊടുക്കുന്ന അഡ്രസ്സ് എവിടെ പോവും? മെമ്മറിയിലോട്ട് പോവും. മെമ്മറിൻ്റെ അകത്ത് ഒരു ഡീകോഡർ ഉണ്ട്. ഇറ്റ് വിൽ സെലക്ട് ദാറ്റ് ലൊക്കേഷൻ ബേസ്ഡ് ഓൺ ദ വാല്യൂ ഇൻ ദ അഡ്രസ് ബസ്. വൺസ് ഇറ്റ് ഈസ് സെലക്റ്റഡ്, ഐ ക്യാൻ ഗീവ് ഡേറ്റ ടു ബി റിട്ടേൺ ഓൺ ടു ദാറ്റ് ലൊക്കേഷൻ ഇൻ അവർ ഡേറ്റാ ബസ് ആൻഡ് ഗീവ് റൈറ്റ് സിഗ്നൽ. ഇപ്പോൾ റൈറ്റ് സിഗ്നൽ പ്രോസസ്സർ കൊടുക്കും. അപ്പോൾ മെമ്മറി മനസ്സിലാക്കും എനിക്ക് ആ ലൊക്കേഷനോട്ട് റൈറ്റ് ആണ് ചെയ്യേണ്ടത്. So whatever there in the data bus is returned to that location. That means the old data is overwritten.
പഴയ ഡേറ്റയുടെ മുകളിൽ കൂടെ പുതിയത് റൈറ്റ് ചെയ്യും. ദിസ് ഈസ് ഹൗ എ പ്രോസസ്സർ റൈറ്റ്സ് ദ ഡേറ്റ ടു ദ ലൊക്കേഷൻ പോയിന്റഡ് ബൈ ദ അഡ്രസ് ബസ്. ഇനി ഇതെല്ലാം ഇന്റേണൽ മെമ്മറി ആയിരുന്നു. ഇനി എക്സ്റ്റേണൽ മെമ്മറി കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ IO പോർട്സിലാണ്. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സിലാണ് സാധാരണ കേസിൽ എക്സ്റ്റേണൽ മെമ്മറി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം? അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ അഡ്രസ് ബസ് ഷുഡ് ഗോ ഇൻ ടു ദ IO പോർട്ട് വേർ ദ എക്സ്റ്റേണൽ മെമ്മറി ഈസ് കണക്റ്റഡ്. അപ്പോൾ എക്സ്റ്റേണൽ മെമ്മറി കണക്ട് ചെയ്യുന്ന പോലെ എന്തും കൊടുക്കണം? കൺട്രോൾ ബസ്സും കൂടെ കൊടുക്കണം. അപ്പോൾ കൺട്രോൾ ബസ്സും എന്തായാലും പുറത്തോട്ട് പോകേണ്ടി വരും. സോ ദ എക്സ്റ്റേണൽ മെമ്മറിക്ക് കൺട്രോൾ സിഗ്നൽസ് പോകും. ഇപ്പോൾ റീഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ബേസ്ഡ് ഓൺ ദ അഡ്രസ് ഗിവൺ ബൈ ദ പ്രോസസ്സർ, the external memory connected to the IO port will decode the address, and based on the value of read and write signal from the processor, the data can go into the processor, go out of the processor. ഏതെങ്കിലും ഒരു പ്രോസസ്സ് എന്തെങ്കിലും നടക്കും. The whole point I was trying to say is that bus is nothing but a communication system that transfer data between components inside a computer or between computers. അപ്പം മൂന്നെണ്ണം ഉണ്ട്: ഡേറ്റാ ബസ്, കൺട്രോൾ ബസ്, അഡ്രസ് ബസ്. സോ അഡ്രസ് ബസ് has what? Address. Control bus has control. Data bus has data. ഇതിൽ നോക്കേണ്ട ഡയറക്ഷനാണ്. സോ അഡ്രസ് ബസ് എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് ഗോസ് ഔട്ട് ഓഫ് ദ പ്രോസസ്സർ. വേറാസ് അപ്പോൾ എന്താവും? ഓട്ടോമാറ്റിക്കലി പുറത്തോട്ട് പോകുമ്പോൾ ഇറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ. ഡേറ്റ എന്ന് പറയുന്നത് അകത്തോട്ടും പോകാം, പ്രോസസ്സറിൻ്റെ അകത്തോട്ടും പോകാം, പുറത്തോട്ടും പോകാം. മീൻസ് ബൈ ഡയറക്ഷണൽ. ദാറ്റ്സ് വൈ ഡബിൾ ഹെഡഡ് ആരോ. അഗെയിൻ റൈറ്റ് ആൻഡ് റീഡ് ഈസ് ഡിസൈഡഡ് ബൈ ദ പ്രോസസ്സർ. സോ ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് ദ പ്രോസസ്സർ. പുറത്തോട്ടാണ് പോകുന്നത്. So do an operation by the processor, we need to select the correct location of the instruction in the memory so that the address bus carries the address to select the memory location of the instruction. It selects the location using the decoder which is there in the RAM or ROM for the data bus to transfer the signal or data mentioned in that location. Now the processor can read or write to that location. So this is indicated by our control bus. So if the data is being read or written by the device, the appropriate line should be active. That is, if the read line is active, means it indicates that the device or the memory is read by the processor, means read means data goes into the processor. Whereas if the write line is active, it indicates that the device or memory is being written by the processor. So it goes out of the processor. For example, if you use an air conditioner, it requires a microcontroller to function as air cooler or air circulator. സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തായാലും മൈക്രോ കൺട്രോളിൻ്റെ ആവശ്യമുണ്ട്. സോ ദ ഓപ്പറേഷൻ ഓഫ് എൻ AC to work as an air controller or circulator is stored as instructions in ROM because it is permanently stored in ROM. കാര്യം ഒരു പ്രാവശ്യം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓണാക്കുമ്പോൾ AC മറക്കാൻ പാടില്ല എന്താ അതിൻ്റെ ആക്ച്വൽ ഫങ്ഷനിങ്. സോ ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ROM. ROM ഹോൾഡ്സ് വാട്ട് ഓൾ ഡേറ്റാസ്. എഗെയിൻ ഡീഫോൾട്ട് ഡേറ്റ ഹോൾഡ് ചെയ്യാം. മീൻസ് ഡീഫോൾട്ട് ഡേറ്റ ഇപ്പോൾ ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോൾ ഡീഫോൾട്ട് ടെമ്പറേച്ചർ റൺ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആ ഡേറ്റാസ് എല്ലാം റോമിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. വേറാസ് റൂം ടെമ്പറേച്ചർ, ദ ഫാൻ സ്പീഡ് ഓർ വേരിയബിൾ പാരാമീറ്റേഴ്സ് വിച്ച് ഇസ് സെറ്റ് ബൈ ദ യൂസർ ഹാവ് ടു ബി സ്റ്റോർഡ് ഡ്യൂറിങ് റൺ ടൈം ഓൺലി. ഇപ്പോൾ റൺ ടൈം സമയത്ത് മാത്രമേ ഈ ഫാൻ സ്പീഡ് കുറയ്ക്കാനും ടെമ്പറേച്ചർ കുറയ്ക്കാനും കൂട്ടാനും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ സച്ച് ഡേറ്റാസ് ആർ സ്റ്റോർഡ് ഇൻ RAM. So to set temperature of fan speed, we need buttons which is an input device. നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും കൂട്ടാനും കുറയ്ക്കാനും എന്തെങ്കിലും ബട്ടൺ വേണം, which is an input device. But how do you know it? എങ്ങനെ അറിയും കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന്? By using a display. ഇപ്പോൾ ഡിസ്പ്ലേ യൂണിറ്റ് വേണം. ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇൻപുട്ട് എന്തെങ്കിലും കൊടുത്താൽ അത് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ റിമോട്ട് കൺട്രോൾ എന്ത് കാണും? ഒരു ഡിസ്പ്ലേ യൂണിറ്റ് കാണും, ഒരു കുറേ ഇൻപുട്ട് സിഗ്നൽസ് കാണും. Based on the input signal, it will display here. Okay. Now, so നിങ്ങൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് അതിനാണ് ആവശ്യമുള്ളത് to connect input and output devices. We can decide whether it can be input device or output device.
അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി എന്തുണ്ട്, ദർ ഇസ് എ സർക്യൂട്ട് ഇൻസൈഡ് ദ ചിപ്പ് വിച്ച് ഡിസൈഡ്സ് ദ പോർട്ട് ഹാവ് ടു ബി വർക്ക് ആസ് എൻ ഇൻപുട്ട് ഡിവൈസ് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് ഓർ സംതിങ് എൽസ്. In addition to input output ports which is in parallel connection, input output എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, ഇൻപുട്ട് പോർട്ട് എന്ന് പറയുന്ന 8 ലൈൻസ് ഉണ്ട്, 8 ലൈൻസ് ആർ ഗോയിങ് പാരലൽ. സോ അത് പാരലൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. സോ ഇറ്റ് ക്യാൻ ഇപ്പോൾ നിങ്ങൾ ICക്ക് ക്യാൻ ഹാവ് വാട്ട് സീരിയൽ പോർട്ട് ഫോർ സീരിയൽ കമ്മ്യൂണിക്കേഷൻ. നോർമലി സീരിയൽ പോർട്ട് എന്ന് പറയുമ്പോൾ ഡേറ്റ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1/1 ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ 1/1 ഡേറ്റ റിസീവ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ബിക്കോസ് serial communication there is only one channel for transmitting and another channel for receiving. So in a serial port we can have 2 lines or channels, that is TXD or RXD. TXD means transmitting data, RXD എന്ന് പറഞ്ഞാൽ receiving data. Now in serial communication, parallel communication നോക്കുമ്പോൾ which is best? Parallel communication is best, but because it can transmit data faster. ബട്ട് സീരിയൽ കമ്മ്യൂണിക്കേഷൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹാവ് ഓൺലി 1 ചാനൽ. മീൻസ് എനിക്ക് ദൂരം കൂടുമ്പോൾ ഒറ്റ ചാനൽ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ദൂരം കൂടിയ മറ്റേ പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഐ ഹാവ് ടു മെയിൻറ്റെയിൻ, ഇപ്പോൾ 8 ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു മെയിൻറ്റെയിൻ 8 ചാനൽസ് അറ്റ് എ ടൈം. അതുമാത്രമല്ല അത് ഒരേ സമയത്ത് സെൻറ്റും കൂടി ചെയ്യണം. മീൻസ് സിങ്കർണൈസേഷൻ ഇഷ്യൂ വരാം, കോസ്റ്റ് ഓഫ് ദ ചാനൽ അല്ലെങ്കിൽ വയർ കാരണമാവാം. സോ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഈസ് നോ പ്രിഫേർഡ് വെൻ ഇറ്റ് ഈസ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. And parallel communication preferred inside a circuit for faster data transfer. ഇനി പിന്നെ വരുന്നൊരു ഹാർഡ്വെയർ ആണ് ടൈമർ ആൻഡ് കൗണ്ടർ. പേര് തന്നെ ഉണ്ട് ടൈമർ, കൗണ്ടർ, ടു കൗണ്ട് ഡിലേ, അങ്ങനെല്ലാം. കൗണ്ടിങ് മീൻസ് അപ്പ് കൗണ്ടർ, ഡൗൺ കൗണ്ടർ, ഒരു ഡിലേ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ഇവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡെഡിക്കേറ്റഡ് ഹാർഡ്വെയർ യൂണിറ്റ് ആണ് ടൈമർ. If I want to set the air conditioner on for 1 hour, it needs a timer or counter to create a delay of 1 hour. അപ്പോൾ അത് വെച്ചാണ് നമുക്ക് തിരിച്ചറിയുന്നത്. ഇനി ഡിലേ എന്ന് പറയുന്നത് 2 ടൈപ്പ് വരാം, സോഫ്റ്റ്വെയർ ഡിലേയും ഹാർഡ്വെയർ ഡിലേയും. ഹാർഡ്വെയർ ഡിലേ എന്ന് പറയുമ്പോൾ ഡെഡിക്കേറ്റഡ് ഹാർഡ്വെയർ ഉണ്ട് വിച്ച് ഇസ് എ ടൈമർ ഓർ കൗണ്ടർ ദാറ്റ് ക്രിയേറ്റ്സ് ഓർ ദാറ്റ് കൗണ്ട്സ് ടൈം വെൻ ഹാവ് ടു റിട്ടേൺ ഇൻ. മീൻസ് എപ്പോഴെങ്കിലും സാധനം ടൈം കൊടുക്കുമ്പോൾ, ഡിലേ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ, ഡിലേ കഴിയുമ്പോൾ അത് അറിയിക്കും യെസ് ഇത്രയും സമയം കഴിഞ്ഞു. അപ്പോൾ എന്താണ്, ആരെ അറിയിക്കുന്നതെല്ലാം? പ്രോസസ്സറിനെയാണ് അറിയിക്കുന്നത്. സോ വെൻ ടൈമർ ഓർ ഡിലേ ഈസ് ഡെഡിക്കേറ്റഡ് ഹാർഡ്വെയർ ഉള്ളതുകൊണ്ട് പ്രോസസ്സർ വിൽ ബി ഫ്രീ ടു ഡു അതർ വർക്ക്സ്. പ്രോസസ്സർ അല്ല സമയം ഡിലേ ഉണ്ടാക്കുന്നത്. പ്രോസസ്സർ ഡിലേ ഉണ്ടാക്കുന്നില്ല, വേറൊരു ഹാർഡ്വെയർ ആണ് ഡിലേ ഉണ്ടാക്കുന്നത്. സോ പ്രോസസ്സർ ഈ വിൽ ബി ഫ്രീ ടു ഡു അതർ ഓപ്പറേഷൻസ്. If it is a software delay ആണെങ്കിൽ it will be an instruction. Instructions are execute ചെയ്യും പ്രോസസ്സർ. സോ പ്രോസസ്സർ വിൽ ബി ബിസി പെർഫോമിങ് ദ ഡിലേ. അപ്പോൾ ഏതാ ബെസ്റ്റ്, ഹാർഡ്വെയർ ഡിലേ ആണോ സോഫ്റ്റ്വെയർ ഡിലേ ആണോ? സ്വാഭാവികമായിട്ട് ഹാർഡ്വെയർ ഡിലേ ആണ് ബെസ്റ്റ്, ബിക്കോസ് ദ പ്രോസസ്സർ വിൽ ബി ഫ്രീ ടു ഡു അതർ വർക്ക്സ് വെൻ ദർ ഇസ് എ ഡിലേ കോസ്ഡ് ബൈ ഹാർഡ്വെയർ വിച്ച് ഇസ് ടൈമർ ഓർ കൗണ്ടർ. If all these components with a few additional units are put together in a single chip, then we call it a microcontroller. So for intense programming, we need a general purpose microprocessor, that is i3, i5, i7, etc. in computers. So if you need minimal processing in a tiny space with a limited power supply, we opt for microcontroller, which is mainly used in appliances which does not require intense programming. Intense programming ആവശ്യമില്ലാത്ത സ്ഥലത്ത് മിനിമൽ പ്രോസസ്സിങ്ങും ടൈനി സ്പേസും ലിമിറ്റഡ് പവർ സപ്ലൈ ഉള്ള കേസസ് മാത്രം എന്ത് ചെയ്യും, നമ്മൾ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യും. എക്സാമ്പിൾ കീബോർഡ്. കീബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ആസ് ദ കീ പ്രസ് ആകുമ്പോൾ എന്ത് പറ്റും, എ സ്വിച്ച് ഇസ് ക്ലോസ്ഡ്, എ കറന്റ് ഫ്ലോസ് ഇൻ ടു എ ചിപ്പ് ഇൻ ദ കീബോർഡ്. ദാറ്റ് ചിപ്പ് ഈസ് എ മൈക്രോ കൺട്രോളർ പ്ലേസ്ഡ് ഓർ എംബഡഡ് ഇൻസൈഡ് ദ കീബോർഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾറെഡി ഇരിക്കുകയാണ്. അപ്പോൾ ആ ചിപ്പ് ഡിറ്റക്ട് ചെയ്യും ഏത് കീ ആണ് പ്രസ് ആയത്. അത് ആർക്ക് ഇൻഫോം ചെയ്യും? നിങ്ങൾ CPU അല്ലെങ്കിൽ പ്രോസസ്സറിനെ ഇൻഫോം ചെയ്യും. അതെങ്ങനെ ഇൻഫോം ചെയ്യും? ബൈ റൈസിങ് എ ഇൻട്രപ്റ്റ്. ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെൻ ഡ്രൈവ് കുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് ഡിറ്റക്ട് ചെയ്യും. ദാറ്റ് ഡിറ്റക്ഷന് മുമ്പേ ആദ്യം നടക്കുന്നത് എന്താണ്? ഇൻട്രപ്റ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യും, ഇൻട്രപ്റ്റ് നടന്നതെന്ന് ഇൻഫോം ചെയ്യും, CPU-നെ ഇൻഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും പ്രൊസീജിയർ അതിൻ്റെ കൂടെ നടക്കും.
So another name for microcontroller therefore is called embedded controller because it is embedded within appliances for controlling the operation of it. Similarly, your computer mouse has a microcontroller, USB port as a microcontroller. That's why when you insert a USB pen drive, it detects. This is the reason why you have to learn microcontroller because it is present everywhere in appliances.